താരൻ മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു പാക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്കും അധികം നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്ക് തന്നെയാണിത്. ഇത് നമ്മുടെ താരൻ നല്ല രീതിക്ക് തന്നെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ താരൻ പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞു കുട്ടികൾ മുതൽ അതേപോലെ തന്നെ വലിയ ആൾക്കാർ വരെ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു താരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. ഇപ്പോൾ ഈ ഒരു താരം നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാക്ക് താരം റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹെയർ നല്ല തിക്കായിട്ട് നല്ല ഉള്ളോട് കൂടിയിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ ചാനലും എന്നെയൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ്. അപ്പോൾ നമ്മളെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ നല്ല നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഉലുവ നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിയിട്ട് വെക്കണം. അപ്പോൾ ഉലുവ വന്നിട്ട് നമ്മുടെ താരം നല്ല രീതിക്ക് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. മാത്രമല്ല നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നല്ല സ്മൂത്ത് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ ഉലുവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കടുകാണ്. കടുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താരം പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് നമ്മുടെ കടുക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതും ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നല്ല രീതിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തലേ ദിവസം വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. അപ്പോൾ തൈര് എന്ന് പറഞ്ഞാൽ നമ്മളുടെ താരം പോകാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ച മാറാൻ വേണ്ടിയിട്ടും മുടി നല്ല അടിപൊളിയായിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കിലേക്ക് വേണ്ടത് ഈ ഒരു 3 ഐറ്റം മാത്രമാണ് കേട്ടോ. നമ്മളുടെ കടുകും അതേപോലെ തന്നെ ഉലുവയും തൈരും. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഉലുവ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കണ സമയത്ത് ഒരുപാട് വെള്ളം ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ കുറച്ച് വെള്ളത്തിൽ മാത്രം നമ്മുടെ ഉലുവ ഇട്ട് വെക്കുക കേട്ടോ. നമ്മൾ ഈ വെള്ളം കളയുന്നൊന്നുമില്ല. ആ വെള്ളം എടുക്കാനെയാണ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് ഉലുവ ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മൾ കടുക് ഇടുകയാണ്. അപ്പോൾ ഞാനിതാ നമ്മുടെ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൽ തന്നെ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. ഒരുപാട് വെള്ളം ആവരുത്. നമ്മുടെ ഉലുവയുടെ വെള്ളം ഉണ്ടല്ലോ അതന്നെ ധാരാളമാണ്. എന്നിട്ട് നമ്മളിത് മിക്സിയിൽ നല്ല രീതിക്ക് തന്നെ പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിക്ക് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഞാൻ നല്ല രീതിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ നമ്മൾ ആദ്യം തന്നെ തൈര് ആഡ് ചെയ്ത് കൊടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നല്ലപോലെ നമുക്കിങ്ങനെ അരഞ്ഞ് കിട്ടില്ലേ. നമുക്ക് അധികം വെള്ളമൊന്നും ഇല്ലെങ്കിലാണ് നല്ല രീതിക്ക് നമുക്ക് അരഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അരഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത് നല്ല രീതിക്ക് തന്നെ അരഞ്ഞിട്ട് നല്ല തിക്ക് പേസ്റ്റ് രൂപത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്രീമൊക്കെ യൂസ് ചെയ്യില്ലേ നമ്മുടെ ഹെയറിൽ, ആ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു പാക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളം ചേർത്താൽ മതി, അല്ലെങ്കിൽ തൈര് കുറച്ച് കൂടുതൽ എടുത്താൽ മതി. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പാക്ക് നമ്മൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര തിക്ക് വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിച്ചിട്ട് യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ലൊരു തുണി യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലാവും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഈ ഒരു ഉലുവയാണല്ലോ കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നല്ലോണം തലയിൽ ഇങ്ങനെ കട്ടയായിട്ടാണ് താരൻ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യണം ഒന്നും കൂടി ബെറ്റർ കേട്ടോ. എൻ്റെ തലയിൽ അത്രയ്ക്ക് അങ്ങോട്ട് താരനില്ല, ചെറുതായിട്ടൊക്കെ ഉള്ളൂ കേട്ടോ. അത് പെട്ടെന്ന് തന്നെ റിമൂവ് ആവുന്ന താരനാണ്. അല്ലാണ്ട് നല്ല രീതിക്ക് താരൻ എൻ്റെ ഹെയറിൽ ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല താരനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് അരിച്ചിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഹെയറിലൊന്നും അധികം പറ്റി പിടിക്കാതെ, അല്ലെങ്കിൽ സ്കാൽപ്പിലും അതേപോലെ തന്നെ നമ്മുടെ ഹെയറിലൊക്കെ അധികം പറ്റി പിടിക്കാതെ നമുക്കത് റിമൂവ് ആക്കാൻ പറ്റും. കഴിക്കണ സമയത്ത് നമുക്കത് റിമൂവ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടി വിട്ടുപോരുത് കേട്ടോ. അപ്പോൾ ഞാനിതേ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് മുന്നേ എൻ്റെ ഹെയറിൽ ചെറുതായിട്ട് താരൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കാണുന്നില്ലെങ്കിൽ കൂടിയും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു സ്കാൽപ്പ് നമ്മുടെ അണ്ടെന്നൊക്കെ പറയില്ലേ, ആ ഒരു ഏരിയയിൽ നല്ല ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്കത്
കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞാൻ ഫുള്ളായിട്ട് ഇതേ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിലൊക്കെ ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത്രയും ധൈര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോരുത് കേട്ടോ. അപ്പോൾ ഞാനിത് സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കാൽപ്പിലൊക്കെ എല്ലാ ഭാഗത്തേക്കും നമ്മൾക്ക് ഈ ഒരു പാക്ക് എത്തിയിട്ടില്ലേ എന്നുള്ളതൊന്നും കൺഫേം ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. നമ്മൾ ഏത് ഭാഗത്താണോ അപ്ലൈ ചെയ്യുന്നത് ആ ഭാഗത്ത് അപ്പം മസാജ് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിൽ അടങ്ങിയിട്ടുള്ള ഉലുവയും കടുകും തൈരും എല്ലാം തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് താരം പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ച മാറാൻ വേണ്ടിയിട്ടും മുടി നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയായിട്ടുള്ള പാക്ക് തന്നെയാണ്. ഞാനിത് സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് മിക്ക ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കേട്ടോ. കടുകും ഉലുവയും തൈരൊക്കെ കൂടിയിട്ടുള്ള സ്മെല്ലില്ലേ, അത് അങ്ങനെ മിക്സായി വരുന്ന സമയത്ത് ചിലവർക്കൊന്നും അത് ഇഷ്ടമാവില്ല. അപ്പോൾ എന്തായാലും നമ്മളുടെ ഹെയറിന് നല്ലതിന് വേണ്ടിയിട്ടല്ലേ, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഇതേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കും വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യത്തിനല്ലേ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേയിട്ട് നമ്മുടെ ഹെയറിലെ കെട്ടൊക്കെ ഒന്ന് നല്ല രീതിക്ക് മാറ്റിയിട്ടുണ്ടാവണം കേട്ടോ. നമ്മൾ കെട്ട് കൊടുക്കാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയിലല്ലേ. അപ്പോൾ അത് നമ്മൾ കെട്ട് കൊടുക്കാനെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കെട്ട് കൊടുക്കാനെ തന്നെ നമ്മുടെ ഹെയർ ഇങ്ങനെ പൊട്ടി പോരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂറെങ്കിലും നമ്മുടെ ഹെയറിൽ വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഒന്ന് ഡ്രൈ ആവണവരെങ്കിലും വെച്ചിരിക്കുക. എന്നതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അത്രയ്ക്കും സ്മെല്ല് ഇഷ്ടമില്ല, അതൊരു അരോചകമായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഷാമ്പു ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് തീരെ യൂസ് ചെയ്യാറില്ല എന്നല്ല, ഇങ്ങനെ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഷാമ്പു യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഒന്നും കൂടി ബെറ്റർ അതാണ്. നമ്മുടെ ഹെയറിനും ഒക്കെ അടിപൊളിയായിട്ട് നല്ല അടിപൊളി റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. മാത്രമല്ല താരം നല്ല രീതിക്ക് തന്നെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അത്രയ്ക്കും നല്ല അടിപൊളി റിസൾട്ടാണ്. നല്ല താരനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത്. ഇത് താരം പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹെയർ നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ എല്ലാവർക്കും മടിയെന്നറിയാം. എന്നാൽ ആ മടിയൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് എന്തായാലും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ബൈ.